കാല് കഴുകലൊക്കെയാണല്ലോ ഇവിടുത്തെ പുതിയ വിഷയം. ഗുരുക്കന്മാരുടെ കാല് കഴുകുന്ന എന്തോ മഹത്വമാണ്, ഇവിടുത്തെ കമ്മികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നൊക്കെയാണ് ന്യായം പറച്ചിൽ. ഇതൊക്കെ എതിർക്കുന്നത് ഇവിടെ കമ്മികൾ മാത്രമാണെന്ന് ഇവരുടെ ആര് പറഞ്ഞോ എന്തോ. ഈ കാല് കഴുകലിന് ചരിത്രപരമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ കാല് കഴുകേണ്ട രീതിയിലുള്ള ഉദാര മനസ്സുള്ള ഗുരുക്കളൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അയ്യങ്കാളിക്ക് പഞ്ചമയം കൂട്ടി ഒരു പോരാട്ടമൊന്നും നടത്തേണ്ടി വരത്തില്ലായിരുന്നു. അയ്യൻകാളി നിർമ്മിച്ച സ്കൂളുകളൊന്നും അഗ്നിക്കിരയുമാകില്ലായിരുന്നു. ഈ ഗുരുകുലവും ഗുരുക്കന്മാരും എല്ലാം ഇവിടുത്തെ ഫ്യൂഡൽ നാടുവാഴികളുടേതായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന സോക്കോൾഡ് ഗുരുകുലങ്ങളിൽ ആരാണ് പഠിച്ചിരുന്നത്? ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, പിന്നെ വൈശ്യന്മാർ. അതിന് താഴെയുള്ള ആൾക്കാർക്കൊന്നും അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഈ ഗുരുക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ആൾക്കാരുടെ പിൻതലമുറക്കാർ എന്താണ് ചെയ്തിരുന്നത്? സാവിത്രിബായി ഭൂലെ അടക്കമുള്ളവർ നിർമ്മിച്ച സ്കൂളുകൾ ഇവർ തകർത്തത് എന്തിനാണ്? ഇപ്പൊ ന്യായീകരിക്കുന്ന ആൾക്കാർ ഒന്ന് പോയി ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മതി. ആരുടെയും കാല് കഴുകിയല്ല, പൊരുതി തന്നെയാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും വിദ്യാഭ്യാസം നേടിയത്. അങ്ങനെ പൊരുതി നേടിയവരുടെ തലമുറക്കാർക്ക് ചിലപ്പോൾ തല കുനിച്ചല്ല, തല ഉയർത്തി നിൽക്കാനായിരിക്കും ആഗ്രഹം. അന്ന് കാല് കഴുകാനും സ്കൂളുകൾ കത്തിക്കാനും നടന്ന ആൾക്കാരുടെ പുതുതലമുറയ്ക്ക് ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. ഇവരിവിടെ ശ്രമിക്കുന്നത് ബ്രാഹ്മണ്യ പാരമ്പര്യങ്ങളെ ഈ ആധുനിക കാലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. കാരണം ഗുരുക്കന്മാരുടെ കാലു കഴുകാനല്ല, ബ്രാഹ്മണന്മാരുടെ കാലു കഴുകാനും ആ കാലു കഴുകിയ വെള്ളം കുടിക്കാനുമാണ് ഇവിടുത്തെ പല ഗ്രന്ഥങ്ങളിലും പറയുന്നത്. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആരുടെയും മുമ്പിൽ പോയി കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കാനല്ല, തലയുയർത്തി തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനാണ്. ബാക്കിയുള്ള ജോലി പോലെ ഒന്ന് തന്നെയാണ് ഈ അധ്യാപകരുടേതും. പുണ്യം കിട്ടാനൊന്നുമല്ല അവർ ചെയ്യുന്നത്, കാശ് നന്നായിട്ട് എണ്ണി വാങ്ങിക്കുന്നുണ്ട്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ബഹുമാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.